പിലിക്കോട് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 7 മുതൽ 14 വരെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ഉത്സവാഘോഷം നടക്കുക. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മാർച്ച് 7 ശുദ്ധികലശക്രിയകളോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. 9 കൊടിയേറി 14 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ് മഹോത്സവം ഇന്നു മുതൽ ആരംഭിച്ചു. ഈ മാസം 14-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വളരെ മുമ്പ് ഒരു മാസം മുമ്പ് തന്നെ ക്ഷേത്ര ഭാരവാഹികളും പ്രവർത്തകരും തുടങ്ങിക്കഴിഞ്ഞതാകുന്നു. ഇന്ന് ക്ഷേത്രത്തിലെ തന്ത്രിമാരിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 9-ാം തീയതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവം അന്ന് വൈകുന്നേരമാണ് കൊടിയേറ്റ് നടക്കുക. ക്ഷേത്രം തന്ത്രി ശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റ് നിർവഹിക്കാൻ ഉള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് തായമ്പക, പള്ളിവേട്ട, ആറാട്ട് സദ്യ തുടങ്ങിയ ആത്മീയ ചടങ്ങുകൾക്ക് പുറമെ തിരുവാതിര, മെഗാ മ്യൂസിക്കൽ ലൈവ്, വിവിധ നൃത്ത സംഗീത പരിപാടികൾ എന്നിവയും അരങ്ങേറും. ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് 13 പുരോഗമന സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൈകൊട്ടികളി മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൗഢമായ ക്ഷേത്ര ഗോപുരത്തിൻ്റെയും വിശാലമായ വലിയ നടപ്പന്തലിൻ്റെയും നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. പണികൾ പൂർത്തിയാക്കി മെയ് മാസത്തോടെ ഇവ ഭക്തർക്കായി സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഒരു സുപ്രധാന ഘട്ടം ഇപ്പോൾ നടന്നു വരികയാണ്. ക്ഷേത്ര ഗോപുരത്തിൻ്റെയും വലിയ നടപ്പന്തലിൻ്റെയും നിർമ്മാണം ഭക്തജനങ്ങളുടെ നിർലോഭമായ പിന്തുണയോടുകൂടി ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ഈ വരുന്ന മെയ് മാസത്തോടു കൂടി പ്രസ്തുത നിർമ്മിതികൾ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ക്ഷേത്ര സേവാ സംഘവും അതുപോലെ നവീകരണ സമിതിയും കരുതുന്നത്. ഈ കാര്യത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും നമ്മുടെ നാട്ടുകാരുടെയും നിർലോഭമായ പിന്തുണ ക്ഷേത്ര സേവാ സംഘത്തിനുണ്ട്. ക്ഷേത്രം സേവാ സംഘത്തിൻ്റെയും നവീകരണ സമിതിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നാടിന്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.